കർണാടകയിൽ വെച്ച് കാണാതായ അർജുനെ തേടിയുള്ള അന്വേഷണം 8ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിട്ടും പ്രത്യേകപരമായിരിക്കുന്ന ഒരു സൂചനയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് വലിയ നിരാശയുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. 8 ദിവസം മുമ്പാണ് അദ്ദേഹത്തെ കർണാടകയിലെ ശിരൂരിൽ വെച്ച് കാണാതാവുന്നത്. ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ഗ്രാമപ്രദേശമായിട്ടാണ് ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത്, വിശ്രമ കേന്ദ്രമായിട്ടൊക്കെ അറിയപ്പെടുന്നു. അവിടെ കടകളും ചായക്കടകളുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഉണ്ട്. 10ഓളം ആളുകൾ അവിടുന്ന് കാണാതായിട്ടുണ്ട് ഈ സമയത്ത് എന്നുള്ളതും 5 മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ കർണാടക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചിന്താധാരയുള്ള ഒരു സംസ്ഥാനമാണ്. ആര് ഭരിച്ചാലും സ്ഥിതി ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. മല ഇടിഞ്ഞുകൊണ്ട് ആളുകളെ കാണാതാവുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ നടത്തുന്ന രീതികളൊന്നും കർണാടകയിൽ സാധാരണ ഇതിൽ കാണാറില്ല. പോന്നോ പോയി എന്ന തരത്തിലൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ വലിയ വിവാദമായിരിക്കുന്നത് അല്ലെങ്കിൽ വലിയ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്ക് എത്തിയത് കേരളക്കാരനായിരിക്കുന്ന അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരനായിരിക്കുന്ന അർജുൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവറെ കാണാതായി എന്നുള്ളത് മാത്രമാണ്. ചാനലുകാരും രാഷ്ട്രീയ പാർട്ടിക്കാരും സാമൂഹ്യ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളൊക്കെ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കർണാടകയിലെ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റ് പിന്തുണ നേടിയിട്ടുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണ വൈഭവ ഗൌഡ തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അത് പറയുകയും ചെയ്തു. റഡാർ സിഗ്നലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. 98% മണ്ണുകൾ ഞങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അതിനെ ലോറിയെക്കുറിച്ചോ അതല്ലെങ്കിൽ ഈ കാണാതായിരിക്കുന്ന അർജുൻ എന്ന ഡ്രൈവറെ കുറിച്ചോ ഉള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന തരത്തിലാണ്. അപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഒന്ന് അശാസ്ത്രീയപരമായിരിക്കുന്ന വികസനത്തിന് പല ഘട്ടങ്ങളിലും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ്. വലിയ വലിയ മലകളൊക്കെ മലകൾ ഇടിച്ചുകൊണ്ട് നാഷണൽ ഹൈവേ സ്ഥാപിക്കാൻ വേണ്ടി ഗവൺമെന്റ് അതിന് പിന്തുണ നൽകുന്ന സമയത്ത് അശാസ്ത്രീയമായിരിക്കുന്ന നിർമ്മിതിയാണ്. അതാണ് വലിയ ദുരന്തത്തിലേക്കും വലിയ അപകടത്തിലേക്കും പെടുന്നത്. കേരളത്തിലാണെങ്കിൽ അതൊക്കെ രാഷ്ട്രീയപരമായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് ആ ശ്രദ്ധ മാറി ചിന്തിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ പഠിക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ജനങ്ങളുടെ സമരം കൊണ്ട് ഉണ്ടാവാറുണ്ട്. കർണാടക എന്നല്ല, അതങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലുള്ളൊരു സംവിധാനങ്ങൾ ഇല്ല എന്നതിനാൽ യഥാർത്ഥത്തിൽ എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ പറയുന്നത് അതിനനുസരിച്ചാണ് ഈ മലകളൊക്കെ ഇടിക്കുക എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിൽ പറയുന്ന കാര്യം 200 മീറ്റർ നീളത്തിൽ 300 മീറ്റർ നീളത്തിൽ 60,000 ടണ്ണ് മണ്ണും കല്ലുമെങ്കിലും ഇടിഞ്ഞു വീണിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ശക്തി ഗംഭീരമാണ്, ഭയങ്കരമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മല അപ്പാടെ തന്നെ ഇടിച്ചെടുക്കുന്ന രീതിയിലുള്ള ഇടിഞ്ഞു പോയ രീതിയിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് ഇത്ര വലിയ ട്രെയിലർ വണ്ടിയാണ് കാണാതായിരിക്കുന്നത്. തൊട്ടടുത്തുള്ള പുഴ എന്ന് പറയുന്നത് ഗംഗാവലി പുഴയാണ്. ഗംഗാവലി പുഴ എല്ലാ കാലത്തും നിറഞ്ഞൊഴുകുന്ന പുഴയാണ്. മഴക്കാലമൊക്കെ ആയി വന്നാൽ വലിയ രീതിയിലുള്ള വീതിയും നീളമുള്ള പുഴയാണ് എന്നതിനാൽ ആ ഭാഗത്തേക്ക് ലോറിയോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ആളുകളോ ഒലിച്ചു പോവുകയോ അല്ലെങ്കിൽ ഇടിഞ്ഞു പോവുകയോ ചെയ്താൽ കണ്ടെത്ത വലിയ പ്രയാസമാണ്. പുഴയോട് ചേർന്നിട്ടാണ് 5 മൃതദേഹം കിട്ടിയത് എന്ന് അവസാനത്തെ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം ഈ മല ഇടിഞ്ഞ് 2 റോഡ് ആ ഭാഗത്തൂടെ കാണുന്നുണ്ട്. ആ 2 റോഡും കടന്നുകൊണ്ട് പുഴയിലേക്ക് തകർന്നു വീണു എന്ന തരത്തിലാണ്. അതിൽ നിന്നാണ് മണ്ണുമാന്തി യന്ത്രങ്ങളും പല സംവിധാനങ്ങളും ശാസ്ത്രീയ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 8 ദിവസമായിട്ട് അർജുന് വേണ്ടിയിട്ടുള്ള വലിയ തിരച്ചിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നു. പിന്നെ ഇവിടെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സന്നദ്ധ സംഘടനകൾ ഈ കാര്യത്തിലൊക്കെ അവർക്ക് പ്രത്യേകപരമായിരിക്കുന്ന തന്ത്രങ്ങളും ഐഡിയകളും അവർക്ക് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെന്ത് ചെയ്യുന്നില്ല, സർക്കാർ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല, നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് കേരളത്തിന്റെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് അവിടെ എത്തിയത്. അവർ യൂണിഫോമിൽ അവരുടെ സന്നദ്ധ പ്രവർത്തന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. പിന്നെ എന്തുണ്ടായി എന്ന് പറഞ്ഞാൽ സന്നദ്ധ സംഘടന പ്രവർത്തനത്താൽ ഇത്തരം വാഹനങ്ങളൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ പിന്നീട് സർക്കാരിന് വലിയ ക്ഷീണം ഉണ്ടാവും, അതല്ലെങ്കിൽ അതിനുമായി നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർക്ക് ക്ഷീണം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ മാറ്റി നിർത്തുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. നിങ്ങൾ മാറിപ്പോയിട്ടില്ലെങ്കിൽ ലാത്തിച്ചാർജ് നടത്തും എന്ന് പോലും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു തന്ത്രങ്ങളും അവർക്ക് അതിൻ്റെതായിരിക്കുന്ന ചില നീക്കുപോക്കുകളും ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ പ്രവർത്തനത്തിന് സജീവമാകുന്ന സമയത്ത് വലിയ പ്രത്യേകത അതിനുണ്ട്. അതിനുള്ളൊരു അവസരം കൊടുക്കുക എന്നുള്ളത് തന്നെ ഒരു സർക്കാർ നിർബന്ധമായിട്ട് ചെയ്യേണ്ട. കേരളത്തിലാണെങ്കിൽ സർക്കാർ അത്തരം സന്നദ്ധ പ്രവർത്തകന്മാരെ വിളിക്കുകയാണ് ചെയ്യുക, നിങ്ങൾ ഈ കാര്യത്തിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞൊന്ന് നോക്കൂ എന്നുള്ളത്.
അപ്പൊ നേരെ വെച്ച് കർണാടകയിൽ എത്തുന്ന സമയത്ത് കർണാടകയിൽ അവരെ ഒഴിവാക്കിക്കൊണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെ വേണം എന്ന രീതിയിൽ വാശി പിടിക്കുന്ന സമയത്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് ഒരുപാട് അറിവുള്ളവരൊന്നല്ല. അവർ വെറുതെ ഒരു പ്രവർത്തനം നടത്തുന്നു, ശമ്പളം വാങ്ങുന്നു എന്നതിനപ്പുറമായ രീതിയിൽ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത്രയും ആത്മാർത്ഥമായ രീതിയിൽ സഹോദര സുഹൃത്തിനെ പോലെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളൊന്നും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് കേരളം ആണെങ്കിലും കർണാടക ആയാലും ഉണ്ടാവാറില്ല. അവരുടേതായിരിക്കുന്ന ആ ഉദ്യോഗ പദവി ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും നീക്കുപോക്കുകളൊക്കെ മറ്റുള്ളവരോട് പറയുമെന്നല്ലാതെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെങ്കിൽ ഇത്തരം സന്നദ്ധ പ്രവർത്തകന്മാർ തന്നെ നിർബന്ധമായിട്ടും ആവശ്യമാണ്. അവരാണ് ആട്ടിയൊഴിക്കുന്നത്. ഇതാണ് ഒരു തെറ്റായിരിക്കുന്ന രീതി. അപ്പൊ എന്തെങ്കിലും ആശയങ്ങൾ, എന്തെങ്കിലും അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ കൊണ്ട് ഒരു മല ഇടിഞ്ഞു പോയാൽ അത് ഒരു ലോറി ഒലിച്ചു പോകാനുള്ള സാധ്യതയോ അതിനകത്ത് കുടിക്കടക്കാനുള്ള സാധ്യതയോ ഒക്കെ പരീക്ഷിക്കാവുന്നതാണ്. പല ഘട്ടങ്ങളിലും റഡാറിന് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, ഇന്ന മേഖലയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോറിയിൽ ഉണ്ടായിരുന്ന മരത്തടി വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നത് കണ്ടതായിരിക്കുന്ന ചില മീഡിയക്കാരൊക്കെ റിപ്പോർട്ട് അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഈ വാഹനത്തിലുള്ള അർജുൻ ഓടിച്ച വാഹനത്തിലുള്ള മരത്തടി തന്നെയാണോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. അല്ല എന്ന് പറയാനുള്ള തെളിവുമില്ല. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് തലത്തിൽ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നതിനപ്പുറമായ രീതിയിൽ ഇത്തരം കാര്യത്തിൽ എന്തെങ്കിലും പുതിയതായിരിക്കുന്ന ആശയങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ക്ഷണിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ചെയ്യേണ്ട ബുദ്ധിപരമായ നീക്കമാണ്. അത് കർണാടകയിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ഇത്രയെങ്കിലും പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചത് വലിയ രീതിയിലുള്ള ഇടപെടൽ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ഉണ്ടായത് കൊണ്ടും കർണാടക കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ പാർട്ടിക്ക് അവിടുത്തെ പാർട്ടിയുമായിട്ട് ഇടപെടാൻ സാധിക്കുന്നു എന്നതിനാലുമാണ് വലിയ സംവിധാനങ്ങളും വലിയ രീതിയിൽ ഇടപെടലും നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ തന്നെ വലിയ സഹായങ്ങളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ശാസ്ത്രീയപരമായിരിക്കുന്ന സംവിധാനത്തിൽ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരും കർണാടക സർക്കാരും പൂർണ്ണ പരാജയമാണ്. ഇത്തരമൊരു വിഷയങ്ങൾ ഉണ്ടായാൽ, ഇത്തരമൊരു പ്രദേശത്ത് ഇത്തരമൊരു വിഷയങ്ങൾ ഉണ്ടായാൽ ഈ വാഹനങ്ങളെയോ ആളുകളെയോ കണ്ടെത്താനുള്ള ശാസ്ത്രീയപരമായിരിക്കുന്ന ഒരു സംവിധാനവും സർക്കാരിന്റെ കയ്യിലില്ല എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള നാണക്കേടാണ്. അതിനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഗവൺമെന്റിനെ സംബന്ധിച്ചോളം നിർബന്ധമാണ്. അശാസ്ത്രീയപരമായിരിക്കുന്ന മണ്ണെടുപ്പുകൾ, മലയിടിക്കല്, പാറ പൊട്ടിക്കുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിയെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന പ്രവൃത്തി ഉണ്ടാകുന്ന സമയത്ത് വലിയ മഴകളോ കാറ്റുകളോ ഉണ്ടാകുമ്പോൾ ഈ മണ്ണിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും മണ്ണ് സാധിക്കില്ല. മണ്ണ് അങ്ങോട്ട് ഒഴുകിപ്പോകും എന്നുള്ളതാണ് സ്വാഭാവികമാണ്. മലയുടെ മധ്യഭാഗങ്ങൾ ഇടിഞ്ഞുകൊണ്ട് തള്ളപ്പെട്ടു പോയിരിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കാര്യത്തിലൊക്കെ യഥാർത്ഥത്തിൽ സർക്കാർ പരാജയമാണ്. വികസനം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, സുരക്ഷിതമായിരിക്കുന്ന വികസനങ്ങളും ശേഷിക്കുന്ന പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഭൂമിക അങ്ങനെ തന്നെ അപകടമില്ലാത്ത രീതിയിൽ നിലനിൽക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കിയതിനു ശേഷമാണ് ഒരു ഗവൺമെന്റ് വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കേണ്ടത്. അതല്ലാത്ത രീതിയിലാവുന്ന സമയത്ത് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും നാശങ്ങളും അപകടങ്ങളും മരണങ്ങളും ഉണ്ടാവും. ഇവിടെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു മലയാളി അതിൽ ഉണ്ട് എന്നതുകൊണ്ടും ഗവൺമെന്റ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇളകി മറിഞ്ഞതുകൊണ്ടുമാണ് ഇത്രയേറെ ശ്രദ്ധാപൂർവമായിരിക്കുന്ന കാര്യത്തിന് ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വന്നത്. അല്ലെങ്കിൽ ഇതൊരിക്കലും അറിയപ്പെടാത്ത രീതിയിൽ അവസാനിക്കും എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും വ്യത്യസ്തമായിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അർജുനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ സാധിക്കട്ടെ എന്നുള്ളതും അദ്ദേഹത്തെ ജീവനത്തോടെ തന്നെ തിരിച്ചു കിട്ടട്ടെ എന്നുള്ളത് നമുക്ക് ആശംസിക്കാവുന്നതാണ്, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പല ഘട്ടങ്ങളിൽ ഇപ്പോൾ പറയുന്നത് അന്വേഷണം നിർത്തിവെക്കുന്നു എന്നൊരു ഘട്ടം പറയും, മറ്റൊരു ഘട്ടത്തിൽ പറയും റഡാർ സംവിധാനത്തിൽ സിഗ്നൽ കിട്ടിയെന്ന് പറയും, കിട്ടിയ സിഗ്നൽ അതല്ല എന്ന് പറയും, പിന്നെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയത് ആ പ്രദേശമാണ് എന്ന് പറയും, ആ പ്രദേശത്ത് ചില ഭാഗങ്ങൾ കാണുന്നില്ല എന്ന് പറയും. വ്യത്യസ്ത രീതികളും വ്യത്യസ്ത അഭിപ്രായങ്ങളുമാണ് വ്യത്യസ്ത കോണുകളിൽ നിന്നൊക്കെ ഇന്ന് ഇപ്പോൾ കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായിരുന്നാലും 8 ദിവസം പൂർത്തിയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ അടിസ്ഥാനപരമായ രീതിയിൽ അല്ലെങ്കിൽ തെളിവോടുകൂടി ഈ അർജുനനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വാഹനവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള പ്രയാസകരമായിരിക്കുന്ന ഒരു സ്ഥിതിയിലൂടെയാണ് നിലവിലെ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്.